ഈ അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറൽ ജില്ലയിൽ കുന്നത്തുനാടും വടക്കേക്കര പോലീസ് സ്റ്റേഷനിലായിട്ട് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 3 കേസുകളിലും കൂടി 5 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ പ്രതിയായിട്ടുള്ള നജീബിനെ ഡൽഹി ഗാസിയാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുത്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി നിരവധി കേസുകളിലെ പ്രതിയാണ്. 2017 മംഗലാപുരത്ത് ഉള്ള ഗുണ്ടാ ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു മർഡർ കേസിലടക്കം 12ഓളം കേസിലെ പ്രതിയാണ്. ആ പ്രതിയുടെ വീട് കാസർഗോഡ് ജില്ലയിലാണ്. പക്ഷേ പല ജില്ലകളിലുമായിട്ട് ഇത്തരത്തിലുള്ള ഈ കേസിൻ്റെ ബന്ധപ്പെട്ടുള്ള ഫോർജ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ കേസിൻ്റെ പല കാര്യങ്ങളും പല ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ധാരാളം ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിജിറ്റൽ ആൻഡ് സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയുമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സീസ് ചെയ്തതിന് ശേഷം അതിന് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിൽ ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആളുകളെയും ഇതിൽ അറസ്റ്റ് ചെയ്യും. വളരെ സക്സസ്ഫുള്ളായിട്ട് കേസിൻ്റെ അന്വേഷണം നടത്തുന്നു ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പറയാറായിട്ടില്ല. ഇതിനൊരു ഇനീഷ്യൽ സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വോളിയവും ഡെപ്തും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈവറ്റ് ആശുപത്രികൾക്ക് ഇതിലെ പങ്കുണ്ടോ? അവരുടെ സഹകരണത്തിനാണ് ഇവരെ സ്വീകരണം? അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് വേണം ആ കാര്യങ്ങളിലേക്ക് കിടക്കാൻ. അവയവദാനം ചില ആശുപത്രികൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ചില ആശുപത്രികളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ഡോക്ടർമാരുടെയോ ആശുപത്രികളുടെയൊക്കെ മൊഴിയെടുക്കാം, ആ ഒരു നടപടികളിലേക്ക് കൂടി പോകും. അല്ല, അതിൻ്റെ ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പറയുന്നതിൽ ഒരു അനൗചിത്യം ഉള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ കേസ് വളരെ പ്രോപ്പറായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള അന്വേഷണം നടത്തുന്നതായിരിക്കും. അത് 2-4 ജില്ലകളിൽ ഉള്ളതുകൊണ്ട് ഹയർ ലെവലിലാണ് അത് തീരുമാനിക്കേണ്ടത്. എന്തായാലും എറണാകുളം റൂറൽ ജില്ലയിലുള്ള സംഭവങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ഒരു ഡയറിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഡയറിയിൽ എന്താണ് അതിനകത്ത്? അല്ല, അയാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് മൊബൈൽ ഫോൺസ് പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാം. അതെല്ലാം നോക്കേണ്ടതുണ്ട്. ഇയാൾക്ക് പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നടന്നുകൊണ്ടിരിക്കും. അല്ല, അപ്പോൾ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട 4 പേരാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ മറ്റാരെങ്കിലും അതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായിട്ട് അന്വേഷണം നടത്തി കണ്ടുപിടിക്കുന്നത്. അല്ല, അതിൽ ബന്ധപ്പെട്ടുള്ള ആളുകൾ, പ്രതിയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മുഴുവൻ ആളുകൾ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ അന്വേഷണം നടത്തിയാൽ അറിയാൻ പറ്റുള്ളൂ. ആരൊക്കെയാണ് ഇരകൾ, ആരൊക്കെയാണ് ഡോണർ, റിസീവർ ആരാണെന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷണം നടത്തും. സാധാരണ മട്ടിൽ ഇതിലങ്ങനെ പരാതി വരാൻ ചാൻസ് ഇല്ല. കാരണം ഇതിൽ റിസീവറും ഡോണറും ഒക്കെ പ്രതികളാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ പരാതി വരേണ്ട ചാൻസുകൾ കുറവാണ്. പക്ഷേ എങ്കിലും ഫോർജ് ഡോക്യുമെൻറ്റ്സ് നടത്തിയതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അല്ല, അതൊന്നും ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇതിലിപ്പോൾ എറണാകുളം ജില്ലയിലത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. മറ്റ് ഡിസ്ട്രിക്റ്റിലുള്ളതുകൊണ്ട് ഹയർ ലെവലിലെ ഡിസിഷൻ ആയിരിക്കും അത്. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇന്നലെ ഈ മെയിൻ പ്രതിയെ കൊണ്ടതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കസ്റ്റഡി എടുത്തിട്ട് വിശദമായി ചോദിച്ചിട്ട് അത് വെരിഫൈ ചെയ്യെങ്കിൽ മാത്രമേ നമുക്കിതിൽ കൺഫർമേഷൻ പറയാൻ സാധിക്കുള്ളൂ.